പലതരം പുകകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലാന്റിൻ്റെ പൂ വിരിയുമ്പോൾ നമുക്ക് പുക പോകുന്നത് കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്താ ഇങ്ങനെ പുക വരണേ, എന്താ ഞാൻ ശ്രദ്ധിച്ച് നോക്കായിരുന്നു. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. നന്നായി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ ഫ്ലവർ ഇങ്ങനെ പൊട്ടി വിടരുന്നതിൻ്റെ ആ ഫോഴ്സിലാണ് കേട്ടോ ആ പുക പുറത്ത് പോകുന്നത്. എന്തോ അതിൽ വല്ല പൂമ്പൊടി അങ്ങനെ എന്തോ ഉണ്ടായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പ്ലാന്റ് കുറച്ച് നാളായി എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ ഒന്നും അങ്ങനെ വാസ്തവത്തിൽ പറയാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇത് കുറച്ച് നാളെടുത്ത് വെച്ച് മുൻപ് എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെയിലുള്ള സമയത്ത് ഇതുപോലെ വെയിലത്ത് വെച്ച് തിരിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നനച്ച് കൊടുത്തു പ്ലാന്റ്. അപ്പോൾ അങ്ങനെ വെള്ളം വീണപ്പോഴാണ് തോന്നുന്നു പെട്ടുപിടുന്നതിന് ഇങ്ങനെ വേഗം പൊട്ടി പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ വരുമ്പോൾ ഒന്നിച്ച് പൊട്ടിപ്പോൾ നമുക്കിങ്ങനെ പുക വന്നപ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്. ഈ പ്ലാന്റ് നമ്മുടെ വാട്ടർമെലൻ ബിഗോണിയാണ്. ബിഗോണിയയുടെ വാട്ടർമെലൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ സൺലൈറ്റ് ആയാലും അത്യാവശ്യം നല്ല സൺലൈറ്റൊക്കെ കിട്ടണം. അപ്പോൾ സൺലൈറ്റിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ റെഡിഷ് കളർ നമ്മുടെ പ്ലാന്റിൽ കയറി വരും. അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയ ഷെയ്ഡോട് കൂടിയ ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫിനൊക്കെ ഒരു വാട്ടർമെലൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇതിനെ വാട്ടർമെലൻ ബിഗോണിയ എന്ന് പറയുന്നത് തോന്നുന്നു. അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഒരു ബണ്ടിൽ പോലെ കുറേ പൂക്കളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു മുട്ടായിട്ട് വന്നിട്ട് അതിങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വിരിയാണ് കേട്ടോ. ഓരോ പൂ പൊട്ടുമ്പോഴും പുക ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം. പിള്ളേരൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ കാണുന്നത് തന്നെ. അപ്പോൾ മിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അപ്പോൾ തന്നെ വേഗം കൊണ്ടുവന്ന് ഫോണൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഹാങ് ചെയ്തിടാനായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ്. സൺലൈറ്റ് അങ്ങനെ ഓവർ സൺലൈറ്റ് വേണ്ട, എന്നാലും ഒരുവിധം സൺലൈറ്റ് വേണം. വാട്ടറിങ് ആയാലും ഓവർ വാട്ടറിങ് പാടില്ല. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇളക്കമുള്ള മണ്ണ് വേണം പോട്ടി മിക്സായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. പ്രൊപ്പഗേഷൻ ആയാലും വളരെ ഈസിയാണ്. ഒരു തണ്ട് പിടിച്ച് കുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് വേഗം പടർന്നുണ്ടായിക്കോളും. താഴെയൊക്കെ വെക്കുകയാണെങ്കിലും പടർന്നിങ്ങനെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. മിക്കവരും ഉണ്ടാവും എന്നറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ ആങ്സൈറ്റി ആയിട്ട് ഇങ്ങനെ പൂവിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നത് കണ്ടപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ.